അഖിൽ മാരാർ. അഖിൽ മാരാറിൻ്റെ ഒരു റീസെൻറ്റ് വീഡിയോ ഞാൻ കണ്ട്. അഖിൽ ആദില ബിഗ് ബോസ് സീസൺ 7 നമ്മളെ ആദിലയെ റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ബിഗ് ബോസിൻ്റെ പ്ലാൻ അതിമനോഹരമായി പൊളിച്ചു കളഞ്ഞ ആദിലയ്ക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ്. ഞാൻ ചോദിച്ചു, ബിഗ് ബോസിൻ്റെ എന്ത് പ്ലാനാണ് ആദില പൊളിച്ചത്? നമ്മൾ ലൈവ് കാണാറുണ്ട്, എപ്പിസോഡ് കാണാറുണ്ട്. ഞാനിതുവരെ ബിഗ് ബോസിൻ്റെ ഐഡിയ ആദില പൊളിച്ചതായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഒരു POVയിൽ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം നോക്കാം എന്താണ് വിഷയം എന്നുള്ളത് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അഖിലിനെ എവിടെയോ മിസ്സായ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, അഖിലിപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് ഈ ബിഗ് ബോസ് സീസൺ 7 ഈ സംഗതികളെ കുറിച്ചിട്ടൊക്കെ. ഇപ്പോൾ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ വീഡിയോ ചെയ്യുന്നു. അഖിൽ പക്ഷേ ചില ടോപ്പിക്കുകളും ചില കാര്യങ്ങളൊക്കെ അഖിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ബിക്കോസ് ബിഗ് ബോസ് എൻറ്റയർ ഇപ്പോൾ കഴിഞ്ഞ ഈ 7ാമത്തെ സീസണും കൂടിയും വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു വിന്നറേയും കൂടി വെച്ച് നോക്കിയാലടക്കം ദ മോസ്റ്റ് ഡെക്കറേറ്റഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാർ എന്നുള്ള ആ ഒരു ടാഗായൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു. സോ അഖിലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ എന്താ പറയുക, അത്ര സ്റ്റഡി നടത്താതെ ഒരു സാധനം വന്നു എന്നുള്ളൊരു ഫീലിലാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ തോന്നിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ദിവസം ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ ഷാനവാസിനൊരു പ്രാങ്ക് നൽകുകയുണ്ടായി. ആ പ്രാങ്ക് പ്രകാരം ആദിലയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ചെയ്യണം ഇതായിരുന്നു ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ തോന്നാനുണ്ടായ പ്രധാന കാര്യം എന്ന് പറയുന്നത് സമാനമായ ഒരു ടാസ്ക് നമ്മുടെ സീസണിലും ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ആദില വളരെ മനോഹരമായിട്ട് ആ ടാസ്ക് കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആദില അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. ഒരു നല്ല മത്സരാർത്ഥിയും ഒരു നല്ല വ്യക്തിത്വവുമായിട്ട് ആദിലയ്ക്ക് ഇന്നലത്തെ ടാസ്കോട് കൂടി മാറാൻ കഴിഞ്ഞു എന്ന കാര്യം ആദില ആ ടാസ്കിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് അതിലൂടെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ആദില എടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാനിത് എടുത്തു പറയുന്നതിന്റെ കാരണം, പലപ്പോഴും നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോട് കൂടിയാണ്, നമ്മുടെ എതിർ മത്സരാർത്ഥികളോട് കൂടിയല്ല. യഥാർത്ഥത്തിൽ ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടും കേരളത്തിലെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരോടുമാണ്. പല മത്സരാർത്ഥികൾക്കും പറ്റുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് അവർ മത്സരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടാണ്. നിങ്ങൾ മത്സരിക്കേണ്ടത് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടല്ല എന്നും നിങ്ങൾ മത്സരിക്കേണ്ടത് കേരളത്തിലെ പ്രേക്ഷകരോടാണെന്നും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ പ്ലാനുകളോടാണെന്നുമാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദില ഗെയിമിൽ, അതായത് ആ പ്രാങ്ക് ആദില ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അത് പ്രാങ്കാന്ന് മനസ്സിലാക്കി ആദില അതിനൊരു പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ കിട്ടിയിരുന്നെങ്കിൽ അഖിൽ പറഞ്ഞ ഈ സാധനത്തിനോട് നമുക്ക് യോജിക്കാമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ആദിലയ്ക്കും അത് ആ ഒരു ബിഗ് ബോസ് വിളിക്കുന്ന മൂമെൻറ്റ് വരെ അത് പ്രാങ്കാന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ലൈവ് കണ്ടപ്പോഴും എപ്പിസോഡ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദിലയുടെ ബ്രില്യൻസ് എന്ന് പറയാൻ മാത്രം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ആ അക്ബറിൻ്റെ പാവ എടുത്തു വെച്ചത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആദില ആസ് എ ഗെയിമർ ബാക്കി ലേഡി കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴോ, ഇല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്കി കുറച്ച് മെൻ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴോ, അതിനകത്തുള്ള ഓവറോൾ കോണ്ടസ്റ്റൻസിനെ മൊത്തത്തിൽ എടുത്ത് വെച്ച് നോക്കുമ്പോഴൊക്കെ ആദില ദ ഗെയിമർ ഒരു ടോപ്പ് 5-6 ആളുകളെ പറയുമ്പോൾ ഗെയിമർ ആസ്പെക്റ്റിൽ ആദിലേനെ നമുക്ക് കൊണ്ടുപോയേക്കാം. അത് നല്ല ഗെയിം ചീത്ത ഗെയിം എന്നുള്ള രീതിക്കുള്ള ആ ഒരു ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി മാറ്റി വെച്ചാലും ഓക്കെ, ഗുഡ് ഓർ ബാഡ് ഗെയിമറാണ് ആദില. നൂറെ പോലെയല്ല, ലക്ഷ്മിയെ പോലെയല്ല, അനുമോളെ പോലെയല്ല. അതൊരു ഗെയിമർ ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് ആദിലയ്ക്ക് പ്രൊഡക്ടിവിറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ബ്രില്യൻസ് ആദില കാണിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇന്നലത്തെ ആ ഒരു പ്രാങ്ക് ഐറ്റത്തിനകത്തൊരു ബ്രില്യൻസ്, ഒരു വാവ് അടുപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സീസണിൽ അടുപ്പിച്ചത് നെവിന് സീക്രട്ട് ടാസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ആര്യന് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ട് അടുത്ത നെവിനെ വിളിച്ചപ്പോൾ ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് ആണോ എന്ന് ചോദിച്ചു പോയി. മനസ്സിലായോ? പിന്നെ ആ ഒരു മറ്റേ ജ്യൂസിൻ്റെ ടാസ്കിൽ ഈവൺ ഈഫ് ആര്യൻ ആ ബിസിനസ് മാൻ എന്നുള്ളൊരു സാധനം ഇട്ട് കൊടുത്തതാണെങ്കിൽ പോലും വീട് വാങ്ങാൻ വന്ന ഒരു ബിസിനസ് മാൻ എന്നൊക്കെയുള്ള രീതിയിൽ അത് ശരിക്കും വാവ് പഠിപ്പിച്ച ആ ഒരു ബ്രില്യൻസിൻ്റെ സാധനം ഉള്ളത് ശരിക്കും ഈ സീസണിൽ നെവിൻ്റെ കയ്യിലാണ്. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സീസണിൽ ഏറ്റവും കൂടുതൽ ഷോ പഠിച്ചു വന്നത് അനീഷാണെന്നാണ് അനീഷ് പറയുന്നത്. കാരണം ലീവൊക്കെ എടുത്ത് 2-3 വർഷം കൊണ്ട്. പക്ഷേ എൻറ്റയർ ബിഗ് ബോസ് ഷോ അരച്ച് കള്ളക്കി കൂട്ടിച്ച് വന്നത് നെവിനാണ് തോന്നുന്നു. കാരണം നെവിൻ ഓരോ ബിഗ് ബോസിൻ്റെ മൂമെൻറ്റ്സും അല്ലെങ്കിൽ ബിഗ് ബോസ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നെവിൻ്റെ മൈൻഡിലുണ്ട് എന്നുള്ളത് നെവിൻ്റെ ഓരോ ഗെയിമിൻ്റെ അപ്രോച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവനത് കളിച്ച് സക്സസ്ഫുൾ ആവുണ്ടോ ഇല്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അവൻ്റെ അപ്രോച്ച് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ഗെയിം എന്താ, അല്ലെങ്കിൽ ഗെയിം എങ്ങനെ വരാൻ പോകണമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഈ അഖിൽ മാരാർ പറഞ്ഞ ബിഗ് ബോസിനോട് കളിക്കണം, ജനങ്ങളോട് കളിക്കണം.
എനിക്കൊക്കെ പറ്റിപ്പോയ സീൻ എന്താ വെച്ചെങ്കിൽ ജനങ്ങളോട് കളിക്കുന്നതാണ് മറന്നുപോയി. ജനങ്ങൾ എന്നുള്ള ആസ്പെക്റ്റ് എൻ്റെ തലേന്ന് പോയി. കാരണം ഞാൻ അവിടെ സെൽഫിഷായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഞാൻ അവിടെ ഉറപ്പിച്ച് വെച്ച വേറൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ സീസണിൽ. ഞാൻ ബിഗ് ബോസിനോട് കളിച്ചിട്ടുണ്ട്. ഒപ്പമുള്ള കണ്ടസ്റ്റൻസിനോടല്ലെങ്കിലും എപ്പോഴും ഞാൻ ബിഗ് ബോസിൻ്റെ ഗെയിമിനോട് കളിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് മറ്റേ സാധനങ്ങൾ തലയിൽ വെച്ച് തന്നത്. ബിഗ് ബോസിൻ്റെ ഗെയിം കുളമാക്കുന്നവൻ എന്നുള്ളൊരു സാധനം കഴിഞ്ഞ എൻ്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാനതിൽ സന്തോഷിക്കുന്നു. കാരണം ബിഗ് ബോസ് തരുന്ന ഗെയിം അതേപോലെ കളിക്കേണ്ട കാര്യം നമുക്കില്ല. അവർ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടോ ഒരാളിലേക്കോ ആയിരിക്കും ഗെയിം വയ്ക്കുന്നത്. എന്തിനാ നമുക്കല്ലാത്തൊരു ഗെയിം വേറൊരാളെ ടാർഗറ്റ് ചെയ്ത് അവർ ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്കത് പൊട്ടിച്ചുകൂടെ? അത് ഗ്രൂപ്പായിട്ട് കളിച്ച് പൊട്ടിക്കുക, ഇൻഡിവിജ്വലി വേറെ എന്തെങ്കിലും ഇട്ടിട്ട് പൊട്ടിക്കുക, കുരുട്ടുബുദ്ധി കാണിച്ച് പൊട്ടിക്കുക, ലൂപ്പ് ഹോൾ കാണിച്ച് പൊട്ടിക്കുക, അത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു അഖിൽ മാരാർ പറഞ്ഞത് കറക്റ്റാണ്. അതായത് എല്ലാ ആസ്പെക്റ്റിലും എന്ത് ചെയ്യണം, നാട്ടുകാരോടും കളിക്കണം, ബിഗ് ബോസിനോടും കളിക്കണം, എന്നിട്ട് മതി അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനാവും. ഇത് രണ്ടും കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിനോടുള്ള മൈൻഡ് നമുക്ക് സെറ്റായിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ അതിൽ അങ്ങനത്തെ ഒരു ബ്രില്യൻസ് ഉള്ള പ്ലെയറാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്ര ബ്രില്യൻസ് അതിലേക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. സത്യത്തിൽ അതിനകത്ത് നാട്ടുകാരോടും കണക്റ്റ് ആവുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ ഗെയിമിനോടും കളിക്കുന്നുണ്ട്, ബാക്കി കണ്ടസ്റ്റൻസിനോട് ഒരു പരിധി വരെ കളിക്കുന്നത് ഈ പറഞ്ഞ നെവിനാണ്. നെവിൻ കഴിഞ്ഞ പിന്നെ അനീഷാണത്, പിന്നെ അക്ബർ. ഈ 3 പേരെ അതിനകത്ത് അങ്ങനെ കളിക്കുന്നുള്ളൂ. ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് ഒട്ടും കണക്ട് ചെയ്യുന്നില്ല, പക്ഷേ ബിഗ് ബോസിൻ്റെ ഗെയിം കളിക്കുന്നുണ്ട്, ബാക്കി അവന് തോന്നിയ കണ്ടസ്റ്റൻസിനോട് കളിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അഖിലിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എന്താ പറയണതെന്ന് കേട്ടു നോക്കാം. അതായത് ഇന്നലത്തെ ദിവസം ഷാനവാസിന് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക? ഹൗസിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഷാനവാസ്, ആദില, നൂറയ്ക്കിടയിൽ ഉണ്ടായേക്കുന്ന ഒരു വലിയ പ്രശ്നം. അവര് വലിയ സുഹൃത്തുക്കളായിരിക്കുകയും പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരെ പോലെ മാനസികമായ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ആദിലയും ഷാനവാസും തമ്മിൽ ഇഷ്യൂസ് ആരംഭിക്കുന്നു. സഹോദരനും സഹോദരിയും തമ്മിൽ തെറ്റുന്നു. ഷാനവാസിനെതിരെ ആദില നോമിനേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഷാനവാസിനും ആദിലയോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി ഹൗസിനുള്ളിൽ മാറുന്നൊരു സ്ഥലത്ത് ബിഗ് ബോസ് വളരെ ബുദ്ധിപരമായിട്ട് ഷാനവാസിനെ വിളിച്ചിട്ട് ആദിലയെ പുറത്താക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിച്ചത്? ആദിലയെ പുറത്താക്കാൻ വേണ്ടി ഷാനവാസ് ഇത് പറയുന്ന സമയത്ത് ആദില എങ്ങനെ റിയാക്ട് ചെയ്യും? കാരണം സഹോദര തുല്യനായിട്ട് കാണുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനൊരു നോമിനേഷൻ വരുന്നു എന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെയാണ് അഖിൽ മാരാർ ഈ ഗെയിമൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് കട്ട്സ് മാത്രമാണോ കണ്ടേ, അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടാണോ സംസാരിക്കണേ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. അഖിലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംസാരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആക്ച്വലി. കാരണം നല്ല രീതിയിൽ അകത്ത് കളിച്ച് ജയിച്ച വന്ന ഒരാൾ പുറത്തുനിന്ന് ഗെയിം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഗെയിം കാണുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അത് ഇതിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന്, ബിഗ് ബോസ് അല്ല ആദിലെ എവിക്റ്റ് ചെയ്യാൻ ഷാനവാസിനോട് പറഞ്ഞത്. ഷാനവാസ് സെലക്ട് ചെയ്തൊരു ഓപ്ഷനാണ് ആദില. ബിഗ് ബോസ് ഞാൻ ഇത് ഇന്നലത്തെ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് അങ്ങനെ ചിന്തിച്ച് കാണും. കാരണം അവരുടെ അങ്ങനെയാണ്, ഒരു 50-50 സാധനം അവർ ഇട്ട് കൊടുക്കും. കിട്ടി പോയാൽ പോയി, മനസ്സിലായോ? ഷാനവാസിനെ വിളിച്ച് സീക്രട്ട് ടാസ്ക് ഇങ്ങനെ മിഡ് വീക്ക് എവിക്ഷൻ്റെ കൊടുത്താൽ ഷാനവാസിന് ഇപ്പോഴത്തെ ദേഷ്യം ഏറ്റവും കൂടുതലുള്ളത് ആദിലയോടാണ്. ഓക്കെ, കാരണം കഴിഞ്ഞ ദിവസം അക്ബറിനോടുള്ളത് മാറി അനീഷിനെ സെലക്ട് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, പിന്നെ ആ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദേഷ്യമുള്ളത് ആദിലയോടാണ്. നെവിനോടുള്ളതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചാൻസ് എടുത്തു ബിഗ് ബോസിൻ്റെ ടീം. ഓക്കെ, ഷാനവാസിനെ വിളിച്ചാൽ ആദിലെ സെലക്ട് ചെയ്യുമായിരിക്കും. ഇനിയിപ്പോൾ അത് സെലക്ഷൻ ആദിലെ അല്ലെങ്കിലും വേറെ ആരുടെങ്കിലും പേര് പറയുകയാണെങ്കിൽ ബിഗ് ബോസിന് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് അവർക്ക്. അവർ വേറെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ആദിലയിലേക്ക് എത്തിക്കാനും ബിഗ് ബോസിന് പറ്റും. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് ഒരു എന്താ പറയുക, ഒരു 50-50 സാധനം ഇട്ട് കൊടുത്തു. കറക്റ്റ് ഈ മീൻ പിടിക്കാൻ ബെയിറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുത്തു. അതിൽ ഷാനവാസ് കയറി കൊത്തി, ആദിലെ പറഞ്ഞു, അതുവരെ ഓക്കെയാണ്. അല്ലാതെ അഖിൽ മാരാർ പറഞ്ഞ ഷാനവാസിനെ അങ്ങോട്ട് കൊടുത്തതാണ് ഇത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സാധനങ്ങൾ ബിഗ് ബോസ് ചെയ്തിട്ടില്ല. ലൈവ് കണ്ടാൽ നമുക്കൊക്കെ അറിയാം. പിന്നെ അതിന് ശേഷം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബ്രദർ സിസ്റ്റർ ബോണ്ടിൽ അവർ കഴിഞ്ഞ കുറച്ചൊരാഴ്ചകൾ കണ്ടാൽ നമുക്കറിയാം ഷാനവാസിന് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും. ഓക്കെ, ആദിലാനൂറയ്ക്ക് ഇങ്ങോട്ടും, എസ്പെഷ്യലി ആദിലയ്ക്ക് ഷാനവാസിനോടും ഷാനവാസിന് ആദിലയോടും ഇപ്പം ആ ബോണ്ടോ ഗീണ്ടോ സാധനവും ഇല്ല. ഓക്കെ, ഒരു 2 ആഴ്ച മുന്നേ ഫെവിക്കോളിൻ്റെ പരസ്യം ചെയ്യുന്നു, ഇപ്പം അല്ല, ഇപ്പം മാറി. ഇപ്പം അതിൽ ചൂടുവെള്ളം വീണ് ആ ബോണ്ട് പൊട്ടി. ആ ബോണ്ട് പൊട്ടിയിരിക്കുമ്പോൾ പിന്നെ അതിനകത്ത് ഇങ്ങനെ അതൊരു ബ്രില്യൻ മൂവ് ആവും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളത് ഇങ്ങനെ ഷാനവാസ് പോയി നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹിറ്റ് പോലെ ആദിലയ്ക്ക് കിട്ടും. ഷാനവാസ് അവിടെ പോയി എവിക്ഷൻ നിൽക്കുമ്പോൾ തന്നെ ആദില ഈസ് മോസ്റ്റ് എക്സ്പെക്റ്റഡ് പേഴ്സൺ. അതായത് ഷാനവാസ് ആദിലയെ
നോമിനേറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിട്ട് ഈ ഒരു ടൈമിലുണ്ട്. അത് അഖിൽ എനിക്ക് തോന്നി 1-2 ആഴ്ചയായിട്ട് കളി മിസ്സായിട്ടുണ്ടാവും അഖിലിന്, അതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും അതിനകത്തില്ല. പിന്നെ മറ്റത് കാണും, ഏത് നൂറ് ആദിലയും തമ്മിൽ ഇനിയിപ്പോൾ ആദില പോണ സമയത്ത് ഇവർ തമ്മിൽ എങ്ങനെ ഒരു ഇമോഷണൽ സാധനം വരുമോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വർത്തമാനങ്ങൾ വരുമോ, നൂറ് ചൂടായിട്ട് ഷാനവാസിനെ കയറി ആക്രമിക്കുമോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേ ബി തോന്നാം ബിഗ് ബോസിന്, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെയും ബിഗ് ബോസ് അല്ല നോറയെ ആദിലയെ ഓപ്ഷനായിട്ട് ഷാനവാസിന് കൊടുത്തത്, ഷാനവാസ് ചൂസ് ചെയ്തതാ. മനസ്സിലായോ? അവിടെയാണ് അഖിലിൻ്റെ അത് തെറ്റിപ്പോയത്. അതോടൊപ്പം അതുവരെ തന്നോട് സ്നേഹിച്ചും സഹകരിച്ചും വളരെ പോസിറ്റീവായിട്ടും കഴിഞ്ഞ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ആദിലയ്ക്കെതിരെ ഈ നോമിനേഷൻ വരികയാണ്. അതായത് നിവിനായാലും ആര്യനായാലും അക്ബർ ആയാലും പിന്നെ ലക്ഷ്മിയും അവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ലക്ഷ്മിയുടെ നോമിനേഷൻ മാത്രമായിരിക്കും ആദിലേക്ക് അത് പേഴ്സണലി ഹർട്ട് ആവാത്തത്. ബാക്കിയുള്ള പലരും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പേഴ്സണലി ഹർട്ടാവാനും തന്നെ ഇവിടെ നിന്ന് ചതിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഹൗസിലെ മത്സരാർത്ഥികൾ ഒരു തീരുമാനമെടുത്തതായി കണ്ടുകൊണ്ട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ആദിലെ അകത്ത് പെരുമാറിയാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ഒരു പൊട്ടിത്തെറി ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആദിലയുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തു വരണം. ഇതാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തത്. അതോടൊപ്പം തന്നെ നൂറ ഇതിനെ എങ്ങനെ എടുക്കും, നൂറ ആദില പുറത്താകുന്ന സമയത്ത് നൂറ ഏത് രീതിയിലായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെ ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്ന ഒരു കണ്ടന്റാണ്. ഓക്കെ, ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്ന കണ്ടന്റ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ വന്നാൽ അത് ആഗ്രഹിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രീ പ്ലാൻഡ് കണ്ടന്റ് ആക്കി വെച്ച് അങ്ങനത്തെ സാധനമല്ല. വന്നാൽ അത് ഓക്കെയാണ്. അപ്പം ആദിലയെ ചൂസ് ചെയ്തു, ഒപ്പം ബിഗ് ബോസിന് സാധനം കിട്ടി, ആദിലയെ ചൂസ് ചെയ്തു. അപ്പം ഇനി നൂറ പൊട്ടും, ആദിലയുടെ അകത്തുള്ള ഒരു വാമ്പ് സാധനം പുറത്തേക്ക് വരും, അങ്ങനത്തെ ഐറ്റങ്ങൾ അതിന് ശേഷം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഐറ്റം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അങ്ങനത്തെ ഒരു സാധനം ബിഗ് ബോസ് അങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിൽ ബിഗ് ബോസ് ആദ്യം ഷാനവാസിനെ വിളിച്ചിട്ട് പറയും ഇത് സീക്രട്ട് ടാസ്ക് ആണ്, മിഡ് വീക്ക് എവിക്ഷൻ ആണ്, നിങ്ങൾ ആദിലയെ വോട്ട് ചെയ്യാൻ 6 പേരെ കൺവിൻസ് ചെയ്യണം മെജോറിറ്റി. ഓക്കെ, അങ്ങനെയല്ലേ പറയേണ്ടത്. അത് പറയാത്തടത്തോളം കാലം പിന്നെ അതിന് റെലവൻസ് ഇല്ല. പിന്നെ ഇതിൽ 6 പേര് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ബാക്കി 4 പേർക്ക് ഇതിനെ അറിയില്ല, ഇതെന്ത് ടാസ്ക്കാണെന്നൊന്നും വലിയ പിടുത്തൊന്നുമില്ല. അവരിപ്പോൾ ഇന്നലെ ആര്യനെ അനീഷ് മിഡ് വീക്കിന് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞൊരു കാരണം അത് മതി, അത് അവർ 2 പേരും തമ്മിലുള്ള ഫ്രിക്ഷൻ വരാൻ. അങ്ങനെ ആ 4 പേർക്കാണ് ശരിക്കും ഇത് പണി, ഈ 6 പേർക്കല്ല. ഓക്കെ, ഇത് പ്രാങ്കാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പൊട്ടി, പിന്നെ അതിൻ്റെ മുകളിൽ കാര്യമില്ല. കാരണം ഇവരെ കൺവിൻസ് ചെയ്യാതെ ആരും ഒന്നും അറിയാതെ ഒരു 4 പേര് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. അതായത് ആദില, നോറ, അനീഷ്, അനുമോള്, ഈ 4 പേര് ആരെ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അവർ തമ്മിലുള്ള ഫ്രിക്ഷനാണ് അവിടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനം. അതിൻ്റെ മുകളിൽ ഗെയിമുണ്ട്, മനസ്സിലായോ? ബിഗ് ബോസ് ആ സാധനമാണ് ബിഗ് ബോസിൻ്റെ കളി. പക്ഷേ ഇതിനെല്ലാം പൊളിച്ചു കളയുകയാണ് അതിൽ ചെയ്തത്. ബിഗ് ബോസ് എന്തെല്ലാം പ്ലാൻ ചെയ്തോ, എന്തെല്ലാം മനോഹരമായ കണ്ടന്റുകൾ പ്രതീക്ഷിച്ചോ, അതിനെയെല്ലാം അതിമനോഹരമായി ആദില തന്റെ ക്വാളിറ്റി കൊണ്ട് പൊളിച്ചു കളയുകയാണ് ചെയ്തത്. ഒന്നുകിൽ ആദില ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകും, ഒരു കാരണവശാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളോ ചേർന്ന് പുറത്താക്കിയാൽ പുറത്ത് സമൂഹം അവരെ വലിയ രീതിയിൽ സ്വീകരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു റിയൽ എവിക്ഷൻ അല്ല, ഇതൊരു പ്രാങ്ക് തന്നെ ആകാനാണ് സാധ്യത. ഈ 2 ചിന്തകളും ഒന്നുകിലുണ്ടാകാം. ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനിനി ഇവിടുന്ന് പുറത്താകുകയാണ്, ഞാൻ പുറത്താകുന്ന സമയത്ത് എൻ്റെ സഹമത്സരാർത്ഥികളോട് സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങണം. ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത് മത്സരത്തിൻ്റെ ഭാഗമായി മാത്രമാണ്. അതിലെ എല്ലാവരെയും പോയി ഹഗ് ചെയ്യുന്നു, എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. ഷാനവാസിന് പോലും കൈ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ട് തന്നോട് ബിഗ് ബോസ് ഏൽപ്പിച്ചൊരു ടാസ്ക് ആയതുകൊണ്ടും അതിനുശേഷം ആദില സത്യം തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ട് കൈ കൊടുക്കാതെ മാറി നിൽക്കുന്നു. അതുകൊണ്ട് മാത്രം ആദില ഷാനവാസ് വേണ്ട എന്ന് കരുതിയിട്ട് വളരെ പോസിറ്റീവായിട്ട് ആദില ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുകയാണ്. നോക്കൂ, ഇത് ആദില എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ മികവ് അവിടെ കാണിക്കുന്നു. 2, ഈ ടാസ്കിനെ വളരെ മനോഹരമായി നേരിട്ട ഒരു ബുദ്ധി കാണിക്കുന്നു. 3, അവളുടെ മറ്റാരോടും പ്രത്യേകിച്ച് വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഹൗസിൽ നടന്ന കാര്യങ്ങളെ ഹൗസിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടുകൊണ്ട് പുറത്തു പോകാൻ തീരുമാനിച്ച ഒരു മികച്ച തീരുമാനം ആദിലയെ കൂടുതൽ മികച്ചതാക്കി ഫിനാലിലേക്ക് എത്തിക്കാൻ ഒരു കാരണമായിട്ട് മാറുകയാണ്. അഖിൽമാരർ പറഞ്ഞതിൽ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുകയാണ്. ആദില പുറത്താണ് ഇവരെ എവിക്ട് ചെയ്തു ആദിലയെന്ന് അറിയുന്ന മൊമെന്റിൽ ആദില കാണിച്ച ആ ബിഹേവിയർ എല്ലാവരോടും എല്ലാം വിഷയമില്ല. കാരണം ഗെയിമിൻ്റെ വഴിക്ക് കഴിഞ്ഞ് ഈവൻ ലക്ഷ്മിയോടാണെങ്കിൽ പോലും ഗെയിം കൊടുത്തിരുന്നു, ബാക്കിയൊക്കെ ഇനി പുറത്തല്ലേ, ചില്ലാണ്. ആ സാധനമൊക്കെ ഓക്കെയാണ്. അതിനേക്കാൾ ഉപരി ആദിലും നോറയും കാണിച്ച മെച്യൂരിറ്റി.
നൂറയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പൊട്ടിത്തെറിച്ച് മറ്റത് കാരണം കാണിക്കായിരുന്നു. നൂറ എന്നല്ല പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസിനോട് ഞാൻ വേള അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പിടിച്ച് വലിച്ച് കീറിയെന്ന് നോക്കാം. സംഭവിക്കാൻ പോകണമെന്നില്ല. ചിലപ്പോൾ 4 ചീത്ത പറയുമായിരിക്കും, അല്ലെങ്കിൽ ഒച്ചയും വിളി ഇടുമായിരിക്കാം നൂറ, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അവരത് ഗെയിം അവർക്ക് അറിയാം. അവർ അനുമോളോടൊക്കെ കാണിക്കുന്നത് എന്താ, ഗെയിം വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടസ്റ്റൻസ് ആണ്, ഓപ്പണൻസ് ആണ്. അനുമോളോടൊക്കെ ഇപ്പം അങ്ങനെയല്ലേ പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിനകത്താണെങ്കിലും. അപ്പം അത് ആ സെൻസിൽ എടുക്കുന്ന 2 പേരാണ് അവർ. അപ്പം അങ്ങനെ എടുക്കുന്ന 2 പേർക്ക് ഇവിടുന്ന് ഗെയിം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ബാഗേജ് അവരവിടെ ഇറക്കി വെച്ചിട്ട് പോയി, അത്രയേ ഉള്ളൂ. അത്രയും മെച്ചുവറായിട്ടാണ് അത് അതിൽ ഹാൻഡിൽ ചെയ്തത്. ദാറ്റ്സ് റിയലി ഗുഡ്. അത് പല കണ്ടസ്റ്റൻസും ചെയ്യാത്തതാണ് പല സീസണിലും. അത് അതിൽ ചെയ്തു. ദാറ്റ്സ് റിയലി ഗുഡ്. തമ്മിലും അവരത് ചെയ്തു. മെച്ചുവറായിട്ടുള്ള സംഗതി ഒരു നല്ലൊരു സാധനമാണ്, ഒരു ഫീൽ ഗുഡ് സാധനമാണ് നമുക്ക് ഇന്നലെ കാണാൻ പറ്റിയത്. അങ്ങനെ പോവായിരുന്നെങ്കിൽ പോലും അങ്ങനത്തെ സാധനം കാണാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ എവിടെയും എനിക്ക് തോന്നുന്നില്ല അതിലിങ്ങനെ ചിന്തിച്ച് കാണുന്നുള്ളൂ. അതായത് ബിഗ് ബോസിൻ്റെ നോംസ് വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ വോട്ടിങ്ങോ കാര്യങ്ങളെങ്കിൽ എടുത്ത് എവിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ചെയ്താൽ എവിക്റ്റ് ആയ ആൾ പുറത്ത് ആഘോഷിക്കപ്പെടുന്നൊക്കെ പറയുമ്പോൾ അത് എവിക്റ്റ് ആയ ആളുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. മനസ്സിലായില്ല? അങ്ങനെ എടുത്തെറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. റോക്കിയും ഡോക്ടർ റോബിൻ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ബിക്കോസ് ഡോക്ടർ റോബിൻ്റെ കോണ്ടന്റുകൾ അങ്ങനെയായിരുന്നു, ആൻഡ് ദാറ്റ്സ് ഹിസ് ക്വാളിറ്റി. ഇപ്പുറത്ത് വരുന്ന സമയത്ത് റോക്കിയെ ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അയാളുടെ കണ്ടന്റ് അങ്ങനെയാണ്, അത് അയാളുടെ ക്വാളിറ്റി. മനസ്സിലായി? ആ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എവിക്റ്റ് ചെയ്ത എല്ലാവരെയും അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള സംഗതിയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. ഓബിയസ്ലി രജിത് കുമാർ, അതൊക്കെ അത് ആ ഒരു എന്താ പറയുക, ആളുകളിലൂടെ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എവിക്റ്റ് ചെയ്ത ഏത് അണ്ടനെയും അടകോടനെയും അങ്ങോട്ട് എടുത്തിട്ട് മലയാളികൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. ബിഗ് ബോസിൻ്റെ ടീമും പുറത്താക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അതിനകത്ത്. എന്തിന് ഇതിനകത്ത് ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വോട്ടാണ്. മിഡ് വീക്ക് എവിക്ഷനിലാണെങ്കിലും വോട്ടിംഗ് ലിസ്റ്റിലുള്ള ഒരാളല്ലേ പോകാൻ പാടൂ. മനസ്സിലായോ? വോട്ടിലില്ലാതെ പുറത്തിരിക്കുന്ന ഒരാളിപ്പോൾ പ്രേക്ഷക വിധി പ്രകാരം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതിനകത്ത്. അത്ര ബ്രില്യൻസ് ഒന്നും അഖിൽമാരാർ അതിലേക്ക് എടുത്ത് കൊടുക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സീസൺ 5 സംഭവിച്ചത് നിങ്ങൾക്കറിയാം. സീസൺ 5 ഇത്തപ്രകാരം ഒരു ടാസ്ക് വന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശോഭ പൊട്ടിത്തെറിക്കുന്നതിന് പകരം അത് ഉൾക്കൊള്ളുകയും തന്നെ ഇവിടുന്ന് പുറത്താക്കിയത് ബിഗ് ബോസ് ആണെന്നും അത് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായി ശോഭ ഒരുപക്ഷെ എല്ലാവരെയും ഹഗ് ചെയ്ത് ഇതുപോലെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അന്ന് ഒരുപക്ഷെ ശോഭയ്ക്ക് ഫിനാലയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ശോഭ അവിടെ മോശമായി കളിച്ചു എന്നുള്ളതല്ല. ആ കണ്ടന്റ് വളരെ മനോഹരമായിട്ടാണ് പ്രേക്ഷകർക്കിടെ വന്നത്. പക്ഷേ ആ കണ്ടന്റിലൂടെ ശോഭ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് നെഗറ്റീവാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ ആണ് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ ആദില വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് ഷാനവാസിനെയും ചീത്ത വിളിച്ച് ബാക്കിയുള്ളവരെയും ചീത്ത വിളിച്ച് തന്നെ ഇവിടുന്ന് പുറത്താക്കിയ ആൾക്കാരെയും പ്രാഗി ഇറങ്ങി പോകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആദിലയും വലിയ രീതിയിൽ ഒരു നെഗറ്റീവായി മാറിയാണ്. പക്ഷേ ആദില വളരെ ബുദ്ധിപരമായി അതിനെ കൈകാര്യം ചെയ്തു എന്ന കാര്യം എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഇപ്രകാരമാണ് ബിഗ് ബോസ് ഹൗസിലെ ഓരോ ടാസ്കിനെയും വളരെ ബുദ്ധിപരമായിട്ട് ആൾക്കാർ നേരിടേണ്ടി വരിക. നമ്മൾ ഓരോ ടാസ്ക് അണിയറ പ്രവർത്തകർ തരുന്ന സമയത്തും ഹൗസിനുള്ള മത്സരാർത്ഥികൾ ചിന്തിക്കണം, ഇവരെന്തിനാണ് ഈ ടാസ്ക് തരുന്നത്, ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഞാനത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനത് പെർഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകർ ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കളിക്കുമ്പോഴാണ് ഒരു നല്ല ഗെയിം അവിടെ സംഭവിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ മനോഹരമായ ഒരു ടാസ്കിനെ അതിമനോഹരമായി പൊളിച്ചു കൊടുത്ത അതിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്താണെങ്കിലും അഭിനന്ദനങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് അതിലേക്ക് നിങ്ങൾ അറിയിച്ചല്ലോ. പക്ഷേ ടാസ്ക് പൊളിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിച്ചിട്ടില്ല. ടാസ്ക് പൊളിഞ്ഞിട്ടുമില്ല. പിന്നെ അതൊരു ഏൽക്കാത്ത ടാസ്ക് ആയിപ്പോയി, നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി. പ്രമോ വന്നപ്പോൾ അതൊരു ന്യൂക്കായിരുന്നെങ്കിൽ പ്രമോ കഴിഞ്ഞത് ലൈവിലും ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് അതൊരു ഓലപ്പടക്കമായിപ്പോയി സാധനം. പ്രമോയിൽ അത് ലിറ്ററലി ന്യൂക്കായിരുന്നു. വീണ ഒട്ടനെ ഗ്രൂപ്പുകളൊക്കെ പകർന്ന് പൊട്ടിയിരുന്നു ആ സമയത്ത്. പിന്നെ മാരാർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഫൈനാണ്. എഗെയിൻ ഞാൻ പറയുന്നു, ശോഭയല്ല ആദില. 2 കണ്ടസ്റ്റൻസ് ആണ്, 2 ഹ്യൂമൻ ബീങ്സ് ആണ്, 2 തരം ഇമോഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ശോഭയാണ്, ആദിലയാണ്. അപ്പോൾ 2 ഗെയിമേഴ്സിൻ്റെ ഗെയിം അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്, അവർ കളിച്ച രീതികൾ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ശോഭ അതന്ന് ചെയ്തു. ഓക്കെ, അത് ശോഭയുടെ എന്താ പറയുക ഒരു ഗെയിം, അല്ലെങ്കിൽ ശോഭ എന്ന് പറഞ്ഞ ഹ്യൂമൻ ബീങ്ങിൻ്റെ റിയാക്ഷൻസ് അങ്ങനെയായിരിക്കും. ആദില എന്ന് പറഞ്ഞ ഹ്യൂമൻ ബീങ്ങിൻ്റെ റിയാക്ഷൻസ് ഇങ്ങനെ അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ അതിനകത്ത് ശോഭ അങ്ങോട്ട് വേഴ്സ്റ്റായി, ആദില ബ്രില്യൻ്റായി, നോ. ആദില ഇതാണ്, ആദിലയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഗെയിമായിട്ട് എടുത്തു, ആദില വിട്ടു. മനസ്സിലായില്ലേ? ശോഭ 100 ദിവസം അവിടെ നിന്ന് സാരിയൊക്കെ കൊടുത്ത് അവിടെ നിൽക്കാൻ വന്ന ഒരാളാണ്. ഇതിപ്പോൾ ഈ ആദിലയ്ക്ക് പകരം അനുമോളായിരുന്നെങ്കിൽ ശോഭ കാണിച്ചതിനേക്കാൾ ഇരട്ടി കാണിച്ചിരുന്നു. ഇരട്ടി കാണിച്ചിട്ടുണ്ടാവും അവിടെ.
ബിഗ് ബോസിനെയും പ്രാഗി പറഞ്ഞു, അവിടെ ഉള്ളവരെയും പ്രാഗി പറഞ്ഞു, നാളെ ചെന്നൈയിലെ സെറ്റ് ഇടിഞ്ഞു വീണ് ആ രീതിക്ക് സാധനങ്ങൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കണ്ടസ്റ്റൻസ് ഡിപ്പെൻഡൻ്റ് ആണ്, മനസ്സിലായോ? അപ്പോൾ അത് ആദില ആയതുകൊണ്ട് ഇതിങ്ങനെ പോയി. ആദിലെന്നല്ല, ബാക്കി ആ വീട്ടിലുള്ള അനുമോൾ ഒഴിച്ച് ബാക്കി ഏത് കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇത്ര ഈസി ആയിട്ട് ഇറങ്ങി പോകുമല്ലോ. അതിനകത്ത് വലിയ സീനോ ഷോ ഒന്നും ഉണ്ടാക്കില്ല. അത് ഉണ്ടാക്കാൻ ഇപ്പോൾ ഉള്ള ഒരാൾ അനുമോൾ മാത്രമാണ് അതിനകത്ത്, വേറെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതങ്ങനെയാണ്, അല്ലാതെ അതിനകത്തൊരു ബ്രില്യൻ ഗെയിമോ അല്ലെങ്കിൽ ആദിലയുടെ കൊടൂര ബ്രില്യൻസ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എവിടെയോ അഖിൽമാരാർ കളി മൊത്തം കാണാതെ ഈ സംഗതി എടുത്ത് പറഞ്ഞ പോലെ എനിക്കൊരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഇന്ന് രാവിലെ നമ്മളെ അഖിൽമാരാറിൻ്റെ ഈ അടുത്തുള്ളൊരു സംഗതി ഏറെപ്പോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഖിലിൻ്റെ മറ്റേ നിഷാൻ്റെ വിഷയത്തിൽ, പലസ്തീൻ വിഷയത്തിൽ നിഷാൻ ഈ ചെക്കൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ പയ്യനാണ് അഖിൽമാരാർക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ പലസ്തീൻ ഇസ്രായേൽ, ആ സംഗതിയിൽ ഇസ്രായേലിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ അഖിൽ പറഞ്ഞ സമയത്ത് നിഷാൻ ഒരു വീഡിയോ ഇട്ടു. അത് കുറേ റീച്ച് പോയി. അതിനുശേഷം അത് കുറേ കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. അപ്പോൾ ഇന്നലെ ഈ നിഷാൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി നിഷാനും ഫാമിലിയും പോകുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ 2 പേര് ബൈക്കിൽ വന്ന് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റൊക്കെ അടിച്ച് പൊട്ടിച്ചു. അവൻ ഭയങ്കര പേടിച്ചു പോയി. അവൻ രാത്രി ഭയങ്കരമായിട്ട് പാനിക്കായിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വോയിസ് വെക്കുന്നില്ല, ഒരു വീഡിയോ ഒക്കെ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ഇത് അഖിൽമാരാർ റിവോൾവ് ചെയ്തിരിക്കുന്ന, ഓർബിറ്റ് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അഖിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടീമുകൾ, അഖിലിന് ഓൾറെഡി ഒരു സംഘപരിവാർ ഒരു സ്കീം തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇനി അതങ്ങനെ വന്നതാണോ എന്നുള്ളതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഖിലിനെ പോയിട്ട് കുറേ SDPIക്കാർ തെറി വിളിച്ച് അങ്ങനെയൊക്കെ കുറേ സീനുകൾ ഇപ്പോൾ അഖിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ അറിയുന്നൊരു കാര്യം പറയാം. നിഷാനായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നിഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഖിൽമാരാർ നിഷാനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, വേറെ സീനൊന്നുമില്ല. അത് അഖിലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ത്രട്ടനിങ്ങോ അല്ലെങ്കിൽ ഒരാൾക്കുള്ളൊരു പണിയോ ഒന്നും വരുന്നതായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല അഖിൽമാരാർ. ഓക്കെ, ഇതിപ്പോൾ ചുമ്മാ എല്ലാത്തിനിടയിലും കടന്ന് ക്വാളിറ്റി കളിക്കാനും അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും കുറേ പേര് കാണുമല്ലോ. അങ്ങനെ വന്നൊരു സ്കീമാണ്. അഖിൽ എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും നിഷാനോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് നിയമപരമായിട്ടുള്ള എന്ത് പരിപാടിക്കാണെങ്കിലും വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഖിൽ ഫോൺ വെച്ചത്. നിഷാനും ഓക്കെ, അതിൽ കൺവിൻസ്ഡ് ആണ്, ഫൈൻ. പിന്നെ അതൊക്കെ എന്താ പറയുക, മതവും രാഷ്ട്രീയമൊക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ കുരുപൊട്ടിയ ആൾക്കാരുണ്ടാവും. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നാളെ നമ്മളെ കുടുംബത്തിൽ കയറിയിട്ട് ഇങ്ങനത്തെ പരിപാടിയും കാണിക്കും. അങ്ങനെ ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മളെ മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത്. ഓക്കെ, ചെക്കന് മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് ആരൊക്കെയോ വട്ടിട്ട് വെച്ച്, മേലാക്കത്ത് നിന്നിട്ട് തോന്നുന്നു ആരോ വട്ടിട്ട് വെച്ചിട്ട് ബൈക്കിൽ ഈ പണി കൊടുത്തത്. ഇതാണെങ്കിലും അതിൻ്റെ കേസും കൂട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. CCTV വിഷ്വൽസൊക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് സി. ഇതാണെങ്കിൽ അഖിലിനെ ആ പേരും പറഞ്ഞിട്ട് ഇനി ഞാൻ എന്താ പറയുക, ഈ കണ്ടന്റ് ഇതും കൂടി പറയാമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ വയ്യ. അഖിലിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു സംഗതി ഒരാൾക്കെതിരെ അഖിലിൻ്റെ എതിരെ പറഞ്ഞു വിചാരിച്ചിട്ട് അങ്ങനെ അഖിൽ തീർക്കാൻ വേണ്ടി ആളയക്കുന്ന ആളൊന്നുമല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യനൊന്നുമല്ല അഖിൽമാരാർ. അപ്പോൾ എന്താണെങ്കിൽ അതുകൂടി പറയണം തോന്നി. പിന്നെ അഖിൽ പറഞ്ഞ പോലെ ആദിലാത്ത കൊടൂര ഗെയിമർ ഇന്നലെ ടാസ്ക് പൊട്ടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഹി എന്നാണ് പറയുക.